ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ വർഗീയ വിഷം വമിപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അയാളുടെ പേര് സി ദാവൂദ് എന്നാണ്. ചാനൽ മുറിയിലിരുന്ന് രാത്രി മുസ്ലിം മനസ്സുകളിൽ ഇയാളിടുന്ന വർഗീയ ബോംബുകളെ കുറിച്ച് ഏറെ പറയാൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം, ഈ പ്രബോധനം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ 50ാം വാർഷിക പതിപ്പ്. ഈ 50ാം വാർഷിക പതിപ്പിൽ ഒരു ലേഖനമുണ്ട്. ആ ലേഖനം ഇതാണ്: കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി. അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിലും ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി അല്ലേ കാശ്മീരിൽ? ജമാഅത്തെ ഇസ്ലാമിക്കാരനോടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: കാശ്മീർ ഇന്ത്യയിൽപ്പെട്ടതാണോ? നിങ്ങളതിന് ഉത്തരം പറ. ദാവൂദ് പറ. ദാവൂദ് എന്നും രാത്രിയിൽ വിഷം തുപ്പുന്നുണ്ടല്ലോ. ആ തുപ്പുന്ന ചാനലിന്റെ കസേലയിലിരുന്ന് ദാവൂദ് പറ, ഈ കാശ്മീർ ഇന്ത്യയിൽപ്പെട്ടതാണോ അല്ലേ? പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നാസർ കൊളായിയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നതിന് ചില പരിമിതികളുണ്ടായിരുന്നു ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രസംഗിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടില്ല, ഇതുപോലെ വീഡിയോ ചെയ്ത് പ്രതികരിച്ചിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തുടരേണ്ടത് പോരാട്ടമാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ചെഗുവേരയും ഫിഡൽ കാസ്ട്രോ ഒക്കെയാണ്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും പോരാട്ടം തുടരുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യയിൽ മതവർഗീയവാദികൾക്കെതിരെയുള്ള പോരാട്ടം. അത് ഭൂരിപക്ഷ വർഗീയവാദികളായ RSS, അവർ മതരാഷ്ട്രവാദികളാണ്, അവർക്കെതിരെ. ന്യൂനപക്ഷ മതവർഗീയവാദികളായ ജമാഅത്തെ ഇസ്ലാമി, അവർക്കെതിരെ ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ വർഗീയ വിഷം വമിപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അയാളുടെ പേര് സി ദാവൂദ് എന്നാണ്. ചാനൽ മുറിയിലിരുന്ന് രാത്രി മുസ്ലിം മനസ്സുകളിൽ ഇയാളിടുന്ന വർഗീയ ബോംബുകളെ കുറിച്ച് ഏറെ പറയാൻ. ഞാനിപ്പോൾ തൽക്കാലം അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ ദാവൂദ് പറഞ്ഞൊരു കാര്യമുണ്ട്. ദാവൂദ് ഇത് കേൾക്കണം. ദാവൂദ് എന്താ പറഞ്ഞത്? പഹൽഗാമിലെ സ്ഫോടനം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തീവ്രവാദികളൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടതാണ്, അവരുടെ സെട്ടിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നുണ്ട് എന്നാണ് ദാവൂദ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദാവൂദ് പറഞ്ഞു കേട്ട ചില മനസ്സുകളൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ വെറുതെ പറയണം ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദി ഗ്രൂപ്പുകളായിട്ട് ബന്ധമുണ്ട് എന്നതിന് എന്ത് തെളിവാണ് എന്നൊക്കെ ചോദിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അതാണ് CPIM. ഞാൻ CPIMന്റെ ഒരു മെമ്പറാണ്, ഏരിയ കമ്മിറ്റി അംഗവുമാണ്. എന്നെ തോൽപ്പിച്ചിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരാളാണ്. അതുപോലെ തന്നെ ഈ ഇന്ത്യയിൽ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മറ്റൊരു പാർട്ടിയാണ്, എനിക്കെതിരെ നിന്ന് പാർട്ടിയിൽ നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുപോലെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. നിരവധി പാർട്ടികളുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് കേൾവിക്കാർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എല്ലാ പാർട്ടിയിലും, ഇന്ത്യയിൽ ദേശീയ തലത്തിലുള്ള എല്ലാ പാർട്ടികളും ഒന്നുകിൽ ഇന്ത്യ എന്നോ അല്ലെങ്കിൽ ഭാരതമെന്നോ പേരുണ്ടാവും. ഇന്ത്യയിലാകെ ഇപ്പൊ CPIMന് ഇന്ത്യയിലാകെ ഒരു നയമാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന് ഒരു നയമാണ്, BJPക്ക് ഒരു നയമാണ്. അങ്ങനെ ദേശീയ അടിസ്ഥാനത്തിലുള്ള പാർട്ടികൾക്കൊക്കെ അങ്ങനെയാണ്. അവിടെ നിന്നുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ജയിച്ചു വരുന്ന MPമാർ, അവരാണല്ലോ ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളും അടങ്ങിയതാണ്. അപ്പോ അതിന്റെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം, ഈ പ്രബോധനം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ 50ാം വാർഷിക പതിപ്പ്. ഈ 50ാം വാർഷിക പതിപ്പിൽ ഒരു ലേഖനമുണ്ട്. ആ ലേഖനം ഇതാണ്: കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി. അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിലും ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി അല്ലേ കാശ്മീരിൽ? ജമാഅത്തെ ഇസ്ലാമിക്കാരനോടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: കാശ്മീർ ഇന്ത്യയിൽപ്പെട്ടതാണോ? നിങ്ങളതിന് ഉത്തരം പറ. ദാവൂദ് പറ. ദാവൂദ് എന്നും രാത്രിയിൽ വിഷം തുപ്പുന്നുണ്ടല്ലോ. ആ തുപ്പുന്ന ചാനലിന്റെ കസേലയിലിരുന്ന് ദാവൂദ് പറ, ഈ കാശ്മീർ ഇന്ത്യയിൽപ്പെട്ടതാണോ അല്ലേ? അതിന്റെ ഉത്തരം പറയുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ നയം എന്താണ് ഇന്ത്യയെക്കുറിച്ച് എന്നുള്ളത്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഇനി അടുത്തത്, ഇതേ പ്രബോധനത്തിന്റെ ലേഖനത്തിൽ വന്ന വരികളാണ് ഞാൻ ഈ വായിക്കുന്നത്. ചിലപ്പോൾ ഇത് എന്നെ കാണുന്നവർക്ക് വ്യക്തമായി വായിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷെ ഞാൻ ഈ പറയുന്ന ഈ സാധനം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ ഉള്ളതാണോ അല്ലേ എന്ന് ദാവൂദ് പറ. അല്ലെങ്കിൽ ആണായി പിറന്നവനാണെങ്കിൽ ദാവൂദ് തെളിയിക്ക് ഞാൻ പറയുന്നത് കള്ളാണ്, ഇത് പ്രബോധനത്തിൽ ഉള്ളത് അല്ല എന്ന് ദാവൂദ് തെളിയിക്ക്. അതും വെല്ലുവിളിയാണ്. എന്താ ഇതിൽ പറഞ്ഞത്? അതിലേക്ക് കിടക്കാം നമ്മൾ. അവർ പറയാണ്, തായ്വരയിൽ തീവ്രവാദി പ്രവർത്തനം ശക്തിപ്പെട്ടതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. തായ്വരയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളൊന്നായ ഇസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ്.
ഇതിനു പുറമെ അള്ളാ ടൈഗേഴ്സ് എന്ന ഒരു സംഘത്തിനും ജമാഅത്ത് നേതൃത്വം നൽകിയിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫിന്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ്. മനസ്സിലായി നിങ്ങൾക്ക്? തീവ്രവാദി ഗ്രൂപ്പ് എന്ന് നാസർ കൊളായി പറയല്ല, ദേശാഭിമാനിലെ വരിയല്ല, പ്രബോധനത്തിലെ വരിയാണ്. വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ്. ദാവൂദേ, പഹൽഗാം ഇന്ത്യക്കകത്തല്ലേ? ആ പഹൽഗാമിലല്ലേ 10-31 ഇന്ത്യക്കാരെ വെടിവെച്ചു വന്നത്? അതില് ഈ ടൂറിസ്റ്റുകളെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ മരിച്ചു വീണ മുസ്ലിമായ 2 പേരില്ലേ? കാശ്മീരികളായ 2 പേരില്ലേ? നീ പറ ഇല്ലേ? അപ്പൊ ഈ പഹൽഗാം ആക്രമണം നടത്തിയത് ആരാണ്? തീവ്രവാദി ഗ്രൂപ്പുകളല്ലേ? ഹിസ്ബുൽ മുജാഹിദിന് പങ്കില്ലേ ആ തീവ്രവാദി ആക്രമണത്തിൽ? മാത്രമല്ല, കാശ്മീരിലെ എല്ലാ തീവ്രവാദി പ്രവർത്തനങ്ങളും വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക്. നിങ്ങൾ പറയാണ്, ഞങ്ങളല്ല. അപ്പം ആ തീവ്രവാദികളാണ് ഇന്ത്യക്കാരായ 10-31 പേരെ പഹൽഗാമിൽ വെടിവെച്ചു കൊന്നത്. അപ്പൊ പഹൽഗാമിൽ കൊന്നതാരാണ്? ജമാഅത്ത് ഇസ്ലാമിയാണ്. ജമാഅത്ത് ഇസ്ലാമി ഏകോപിച്ച തീവ്രവാദി ഗ്രൂപ്പുകളാണ്. ഈ പറയുന്ന ഭീകരവാദികളാണ്. നിങ്ങളുടെ വാചകാണിത്, നാസർ കൊളായിയുടെ വാചകല്ല. തീവ്രവാദികളെ ഏകോപിപ്പിക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക് നിർണായകമാണ് എന്ന് പറയുന്നത് ദാവൂദേ നിന്റെ പത്രമാണ് പ്രബോധനം, അല്ലെങ്കിൽ താൻ നിഷേധിക്കും. എന്നിട്ട് പറയാണ് കമ്മ്യൂണിസ്റ്റുകാര് ഈ പഹൽഗാമിലെ ആക്രമണം നടത്തി ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറഞ്ഞു കളഞ്ഞു. നിങ്ങളുടെ പത്രമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഞങ്ങൾ അവിടെ പോയിട്ട് വെടിവെച്ച ഗ്രൂപ്പുകാരനെ തെരഞ്ഞു പിടിക്കില്ല. നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞതാണ് നിങ്ങളുടെ പത്രത്തിലൂടെ തീവ്രവാദി ഗ്രൂപ്പുകളെ ഞങ്ങൾ ഏകോപിച്ചിട്ടുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ അള്ളാ ടൈഗേഴ്സ്, അതുപോലെ തന്നെ ഹിസ്ബുൽ മുജാഹിദീൻ, ഇതൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യക്കാരെ അറിയപ്പെടുന്ന തീവ്രവാദി ഗ്രൂപ്പുകളല്ലേ? അതുകൊണ്ട് ദാവൂദേ ഇതിന് മറുപടി പറ. താൻ ആദ്യം ജമാഅത്ത് ഇസ്ലാമിക്കാരാ, ഇതിന് മറുപടി പറ ആദ്യം. നിങ്ങൾ കാശ്മീർ ഇന്ത്യയിലാണോ? ആ കാശ്മീരിലെ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണോ? ഇന്ത്യക്കാരായ 31 പേരെ പഹൽഗാമിൽ വെടിവെച്ചു കൊന്നത് ഈ തീവ്രവാദികളാണ്. അവിടുത്തെ സകല തീവ്രവാദികളും ആ തീവ്രവാദികളെ ഏകോപിപ്പിച്ച് ജമാഅത്താണ്. മറുപടി ഉണ്ടെങ്കിൽ പറയണം ദാവൂദും ജമാഅത്ത് ഇസ്ലാമിക്കാരും.